രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ ആദ്യ പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കി സുപ്രീം കോടതിയുടെ നടപടി. വിചാരണയെ ബാധിക്കുന്നതാണ് പരാമർശമെന്ന പരാതിക്കാരിയുടെ വാദം അംഗീകരിച്ചാണ് നടപടി. ഹർജി കോടതി തീർപ്പാക്കി. ജസ്റ്റിസ് എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. എന്നാൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി ഇടപെട്ടിട്ടില്ല. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആദ്യ പരാതിക്കാരിയും കക്ഷി ചേർന്ന് ഈ രീതിയിൽ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, ആദ്യ പരാതിക്കാർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നീക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത്? എന്താണ് കോടതിയിൽ നിന്ന് ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ, നടപടികൾ? ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയാണ് എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരെ പ്രധാനമായും ഉയർന്നു വന്ന കോടതിയുടെ പരാമർശം അതായിരുന്നു ആ പരാമർശം നീക്കണം, അത് ദോഷം ചെയ്യും, അതായത് തുടർന്നുള്ള വിചാരണകളിൽ ഇക്കാര്യം ദോഷം ചെയ്യുമെന്ന് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെടൽ നടത്തുന്നത് എന്നും പരാതിക്കാരിക്കെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. പരാതിക്കാരി തന്നെ ഇത് ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ഹർജി കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ജസ്റ്റിസ് എം സുന്ദരേഷിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നടപടിക്രമങ്ങൾ. അതേസമയം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാമർശമായിരുന്നു ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരെ ഉയർന്നത്. പ്രത്യേകിച്ചും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ നിയമ സംവിധാനത്തിന് മുന്നിലെത്തുന്നത് തുടർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത തന്നെയാണ് എന്ന് തോന്നുന്നല്ലോ എന്ന് കോടതി എടുത്തു പറഞ്ഞതാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതി നീക്കം ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി വിധിയിലെ ഈ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരാതിക്കാരിയെ ദോഷകരമായി ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, അത് നീക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരിക്ക് വേണ്ടിയിട്ട് ഹാജരായത് സീനിയർ അഭിഭാഷകരായ PV ദിനേശനും KR സുഭാഷ് ചന്ദ്രനുമാണ്. ഇവരുടെ ഈ ഹർജിയിന്മേലാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുകയും ഹർജിയിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളി. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാണോ? കാരണം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം എന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ പരാമർശം നീക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇനി എന്നായിരിക്കും കോടതി തീർപ്പ് കൽപ്പിക്കുക? അതായത് ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി, അതായത് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ. അതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ തീരുമാനം, അതായത് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിയെ അനുകൂലിക്കുന്നു. അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലാണ്. അത്തരം കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് ജസ്റ്റിസ് എം സുന്ദരേഷും അതുപോലെ NK സിംഗിന്റെയും ബെഞ്ച് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കാര്യത്തിൽ, അതായത് ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ ഉള്ള ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായാണ് സുപ്രീം കോടതി ഇടപെടൽ. അതേസമയം ഇപ്പം പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ എതിരെയുള്ള പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയാണ് എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ചത്. ആ
അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി, അതായത് അത്തരം പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് പരാതിക്കാരിയെ ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതും. ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയാണ് എന്ന് കോടതി പരാമർശിക്കുമ്പോഴും ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ ഈ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി അയക്കാവുന്ന ഒരു നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതിക്കാരി, അതായത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയായിരുന്നു താനും പരാതിക്കാരിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ്, ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. അതേസമയം താൻ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയ്ക്ക് അപ്പുറം താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഈ പരാതിക്കാരി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത ആയിരുന്നു എന്നുള്ള പരാമർശം പ്രധാനമായി നീക്കം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി അയക്കാവുന്ന ഒരു നിരീക്ഷണവും നീക്കവുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.